ബർഗർ സ്റ്റേഷനിൽ ട്രെയിനിൽ കയറാൻ ആ സൈഡ് വേണം ബാ 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 നീ അവിടെ അവിടെ ഓടിപ്പോയി കയറി അല്ലെങ്കിൽ ആള് പേടിച്ചു പോയിരിക്കാണ്. ചാടി കയറണം മേ ബി ഇതിലിങ്ങനെ. സോ അതാണ് ഗൈസ് സംഭവം. ട്രെയിനിൽ നമ്മൾ പോകുമ്പം നമ്മള് അങ്ങനെ ചാടി കയറാൻ പാടില്ല, സീനാണ്. പക്ഷെ ഞാൻ ചാടി കയറിയിട്ടൊക്കെ ഉണ്ട്, സീനില്ല. അത് ട്രെയിനിൽ പോ. സോ മുംബൈ ലോക്കൽ വിശേഷം. ഇപ്പൊ വണ്ടി കിട്ടി. സോ തവക്കൽത്തു അലല്ലാഹ്. പോയാലോ? സോ ഇതാണ് CNG. അങ്ങനെ വണ്ടി രണ്ടെടുത്ത് നമ്മൾ ഇറങ്ങി. CNG ആദ്യമായിട്ടാണ് അടിക്കണം, ഒരു പിടിയില്ല എങ്ങനെയാണോ. ഇതിന്റെ അകത്തൊന്ന് ഈ ഗ്യാസ് ഇങ്ങനെ കയറി. അങ്ങനെ നമ്മൾ ട്രിപ്പ് തുടങ്ങി. സോ മല, ഇതാണ് മഹാരാഷ്ട്ര മല, പൻവേൽ മലയാണോ? ഈ വഴി ഞാൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് പുതിയ പാലമൊന്നല്ല, പഴയ പാലം തന്നെ. എല്ലാം കൂടെ ഒരുമിച്ച് നടക്കുന്നില്ല. അവിടെ ട്രെയിൻ, അതായത് പുതിയ പാലമാണ്. അവിടത്തെ പഴയ ലൈക്ക് അത് മറ്റേ ട്രെയിനിന്റെ പാലമാണ്. ഇതാണ് വാഷി ബ്രിഡ്ജ്. ട്രാഫിക് എന്നൊക്കെ പറഞ്ഞ ഇതാണ് ട്രാഫിക് മുംബൈ. അങ്ങനെ നമ്മള് 10 മിനിറ്റ് കൊണ്ട് എത്തേണ്ടത് ഇപ്പൊ 20 മിനിറ്റ്. BKC പോകും. ഈ ധാരാവി എന്ന് കേട്ടിട്ടുണ്ട്. ആ ധാരാവിയാണ്. Your destination is on the left. റാം ആശ്രയ മുംബൈയിൽ തന്നെ വൺ ഓഫ് ദ ഐക്കോണിക് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. ഇതാണ് മാട്ടുങ്ക റെയിൽവേ സ്റ്റേഷൻ. ഇതാ മഴ പെയ്ത് തുടങ്ങാൻ പോകുന്നത്. ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്ത് തുടങ്ങി പൊക്ക്. കമോൺ. അങ്ങനെ ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞ് ഇതാ ഇവിടെ റാം ആശ്രയിൽ കഴിക്കാൻ വേണ്ടി വന്ന്. It's like one of the legendary restaurants in the world. The restaurants open at 5 a.m. so it's very packed at that time, and the sweets were really delicious, and the rustic ambience and a very limited menu. Altogether the food was great. We tried masala dosa, Mangalore buns and ulundu dosa. It's thick, fluffy. അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തി. നമ്മൾ എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നത്, എത്ര മാസങ്ങളും ഉണ്ടാകും. കൊള്ളാം. എല്ലാരും അടിച്ചു കയറി ഫുൾ ഹാപ്പനിങ് ആണ്. Hey guys, I'm in Dadar beach. Oh, first we come till here. Nah. ദാദർ ബീച്ച് പോണെങ്കിൽ അശോക് വടാപ്പാവ് മുംബൈയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് വടാപ്പാവാണ്. ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞ ഇതാണ് ഓൺഗോയിങ്. എത്ര
പ്രൊജക്ട്സ് ആണ് ഇവിടെ. See this side also. ഫുൾ ഫ്ലൈ ഓവർ, ബിഗ് ബിഗ് ബിൽഡിങ്സ്. ഡാൻസ് കളി, Left. ഡാൻസ് കളി. ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ നടന്ന് 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 നമ്മള് വോളി ഫോർട്ട് ഇട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ നടന്ന് 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 ലൈക്ക് ഇങ്ങനെ നടന്ന് നടന്ന് ഇവിടെ അതാണ്, ഇവിടെ ലൈക്ക് അവർക്ക് തുണി കഴുകാൻ വേണ്ടി ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലം. ആക്ച്വലി നമ്മൾ വഴി തെറ്റി വന്നതാണ്. ഇത് നമുക്ക് താഴോട്ടാണ് പോകേണ്ടത്. ആക്ച്വലി നമ്മൾ വഴി തെറ്റി വന്നതാണ്. ലൈക്ക് വോളി ഫോർട്ട് പോകാൻ വേറൊരു വഴിയും കൂടെ ഉണ്ട്. ബട്ട് നമ്മളിതൊരു ഇവരുടെ ഒരു സൊസൈറ്റിയുടെ ഇടയിൽ കൂടെ ലൈക്ക് ഇത് വെരി എന്താ പറയുക, യുണീക്ക്. മനസ്സിലായില്ലേ? നമ്മൾ ഈ വഴി വന്നപ്പോൾ തന്നെ അവരും ഇങ്ങനെ നമ്മളെ നോക്കിയാണ് അതാ നമ്മളെ ഏരിയയിൽ വന്നത്. പക്ഷേ വി ടുക്ക് അനദർ റൂട്ട്, ബട്ട് വി ആർ റീച്ചിങ് ദ പ്ലേസ്. ബട്ട് ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ നേരെ നടന്ന് വോളിയിലെത്തും. ആൻഡ് ദിസ് ഈസ് ദി പ്ലേ ഗ്രൗണ്ട്. ഇവിടെ നിന്ന് വി ക്യാൻ ഗോ ടു വോളി ഫോർട്ട്. ഡൽഹിയിൽ ഓൾഡ് ഡൽഹി പോയപ്പോൾ ഐ ഹാവ് സീൻ ഫ്യൂ സ്ട്രീറ്റ് ലൈക്ക് ദാറ്റ്. ബട്ട് ഈ വഴിയെല്ലാം തോന്നുന്നു പോണത്. കണ്ടുപിടിച്ചു. ഇറ്റ്സ് ഹിയർ, വി ഹാവ് ടു ഗോ വിത്ത് ദിസ് വേ. സോ ആക്ച്വലി ദർ ഇസ് എ സായിബാബ മന്ദിർ ദർ. സോ അതിൻ്റെ അടുത്താണ് ഇത്. സോ നമ്മളവിടെ നിന്ന് ഹാവ് ടു വാക്ക് ടിൽ ദ ടെമ്പിൾ. സോ ഇതെല്ലാം ഓരോ വീഡിയോകളാണ് ഇവിടെ. അപ്പോൾ നമ്മൾ നടന്ന് 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 വോളി ഫോർട്ട് എത്തിയിരിക്കുകയാണ്. വി ടുക്ക് എ ഡിഫറെൻറ്റ് റൂട്ട് ആൻഡ് ദാറ്റ് വാസ് ലൈക്ക് സോ like it was like a maze, and it's a fisherman community living over there, and it's like so unique, and you know it's a thing to be experienced. It's not the proper way to come from there. We entered from the back side. We entered from the back side, and there will be another route. It's a different way. We can come to the Holy Fort, but this is a different route which I took. It's like been walking through, and maybe like I feel like inside, going inside, we walked into a maze, and like we felt like we walked through the house. We've been walking and see from the fort we could see a thing. I just want, like I remember like 2 years back I saw a photo that about the Woli Fort, and I want to take that Woli Fort photo and see it's happening. Walking so good. Mumbai. The guy over there who said that he's playing a saxophone, and there's a church over here, and there is a mandir over there. It's nice actually. I've never seen in Mumbai a place like this. This is the entrance, and avada kore video undu. See, avade there's a lot of houses. Laka.
ആക്ച്വലി ദിസ് ഇസ് ഇതെവിടെയാണ് ഇത് ടെമ്പിളാണ്. It's actually a gym. I don't know if this is the right. No, this is the holy fort. Yeah. Yeah. See, finally I made it. I made it to the place where I saw a photo. I think it's there. Yeah, it's there. So actually there's a temple over there and there's a church over here and there will be a mosque over there also. It's a good community, like all the people are living here in harmony. Wow. And wait, and now it's the moment of the truth. There's light over here also, see. Yeah, this is the view, this is the photo that I want to take. I don't know, I feel so good, like maybe ഞാൻ ഈ സ്ഥലം ആദ്യമായിട്ട് കണ്ടുപിടിച്ചോണ്ടായിരിക്കും. Baby no. This is the most underrated tourist place in Mumbai, I guess so. ഇങ്ങനെ ഒരു വ്യൂ അല്ലേ ഒരു വീടിന്. ആൻഡ് ദിസ് ഫീൽസ് എ വെരി സ്ട്രോങ് ഇതല്ലേ കമ്മ്യൂണിറ്റി. ഇവിടെയൊക്കെ ഫുൾ രാത്രി ഇങ്ങനെ ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇറങ്ങാം. ഇത് ഫുള്ള് പൊക്കി വെച്ചിട്ട് ഫുൾ ഒരൊറ്റ ഫുൾ ലൈറ്റ്. എങ്ങോട്ട്? ഓ എങ്ങനെ? A C score composed by Vishal Mishra. Lyrics by अरे मैं अभी गया यार. Crawford Market. കണ്ടില്ലല്ലോ. From here we can see the bus passing there. വീഡിയോ ഇപ്പൊ ഒരു മഴയും കൂടെ പെയ്താ പൊളിക്കും.
മറൈൻ ഡ്രൈവ് മുംബൈ വിശേഷം. I was a great day അല്ലേ? മുംബൈ കറക്കമൊക്കെ കഴിഞ്ഞ് തീർന്ന് ഇതാ വീട്ടിലോട്ട് ഇതാ വാഷി ബ്രിഡ്ജ് കയറി. ഇതാണ് ദ പോർട്ടൽ, ദ എൻഡ് ഓഫ് ദ വ്ലോഗ്.